ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസ് ബാക്കി എല്ലായിടത്തും തകർന്നടിഞ്ഞപ്പോൾ ഇവിടെ മാത്രമാണ് ഒരു തുരുത്ത് പോലെ പിടിച്ചു നിന്നത്, ബാക്കി എല്ലായിടത്തും പോയി. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മോഡിയാണ്. പിന്നെ നമുക്ക് കേരളത്തിൽ ആകെ രണ്ട് കൺസ്റ്റിറ്റ്യുവൻസിയിൽ ബി ജെ പിക്ക് ഒരു കുറച്ചെങ്കിലും ശക്തിയുള്ളൂ. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കാസർഗോഡ്. വേറെ എവിടെയും അവർക്ക് ഒരു അസംബ്ലി മണ്ഡലം ലീഡ് ചെയ്യാൻ കൂടി ഒരു കഴിവില്ല. അപ്പോൾ അത് എന്തായാലും ഇത്തവണ ഇത്തിരി അവർ മുന്നേറിയിട്ടുണ്ട്. 1,40,000 അടുത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏത് നിയോജക മണ്ഡലത്തെ അവർ ലീഡ് ചെയ്തിട്ടില്ല. കാസർഗോഡിൽ ഒന്നിൽ ഐ തിങ്ക് ലീഡ് ചെയ്തു, ഇവിടെ 4 ലീഡ് ചെയ്തു. മൊത്തം 4 ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. കാസർഗോഡ് എവിടെ ലീഡ് ചെയ്തിട്ടില്ല. ഇല്ല. ആരും എന്നോട് പറഞ്ഞു ലീഡ് ചെയ്തത്. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ ബി ജെ പി വേവ് കണ്ടത് കേരളത്തിൽ വേറെ എവിടെയും കാണാനുള്ള സാധ്യതയില്ല. ഇവിടെയാണ് അതിന്റെ ഒരു അടയാളം കാണാൻ. മോഡിയുടെ ഒരു എന്താ പറയാ വലിയൊരു വേവിനെ ശശി തരൂരും ഉമ്മൻചാണ്ടിയൊക്കെ കൂടി ഇവിടെ തടുത്തു നിർത്തിയെന്ന് പറയാമോ? അത് നിങ്ങൾ പറഞ്ഞോളൂ, ജേർണലിസ്റ്റ് പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ കണ്ടതൊരു അത്ഭുതമാണ്. 1984 ശേഷം ഏത് പാർട്ടിക്കും ഒരു ആബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ മിഷൻ 272 എന്നൊക്കെ പറയുമ്പോൾ. ഞാൻ ജേർണലിസ്റ്റിനോട് പറഞ്ഞു, ഇത് സാധ്യതയല്ല, എവിടുന്നാണ് ഇവർക്ക് ഈ എണ്ണം കിട്ടാൻ പോണത്. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു വേവ് വന്നത് ഞങ്ങൾ ശരിക്കും കണ്ടില്ലേ. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവാത്തത്. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ സീറ്റും അവരെടുത്തു. UP-യിൽ 71 സീറ്റ് ഗവൺമെന്റ്. അതാണ് അത് രാജീവ് ഗാന്ധിയുടെ ശ്രമം കഴിഞ്ഞിട്ട് നടന്നിട്ടില്ല. അല്ല, അപ്പൊ ഈ മോഡിയെ ഹൗ ഡു യു റേറ്റ് ഹിം ആസ് എ ലീഡർ? അദ്ദേഹം ഒരു എന്താ പറയാ ഇത്രയും വേവ് ഉണ്ടാക്കിയ എന്തോ ഒരു ചരിസ്മ അയാളുടെ പറയില്ല. അദ്ദേഹത്തിന്റെ ഈ പ്രചരണത്തിന് ഞാൻ തന്നെ സല്യൂട്ട് ചെയ്യും. പറഞ്ഞാൽ അദ്ദേഹം നല്ലപോലെ ബ്രില്യൻ്റ്ലി ഓർഗനൈസ്ഡ്, ലാവിഷ്ലി ഫൈനാൻസ്ഡ്. ഇത്ര പണം ഇറക്കിയത് ഏത് പാർട്ടിയും ചെയ്തിട്ടില്ല. ഏത് മണ്ഡലത്തിൽ, എൻ്റെ മണ്ഡലത്തിൽ കണ്ടോളൂ, എന്റെയും ബെന്നറ്റിന്റെയും പോസ്റ്റേഴ്സും ഫ്ലെക്സ് ബോർഡും എല്ലാം കൂട്ടിയാക്കിയാൽ അതിന് 4, 5, 6 ഇരട്ടിയാണ് BJP-യുടെ കാണുന്നത്. അത് രാജഗോപാലിനെ മാത്രമല്ല, മോദിയുടെ പടവും. ഞാൻ ചിരിച്ചു പറയുന്നത് ആർക്കറിയാൻ ആരാണ് ഈ മോദി എന്ന്. പക്ഷെ തെറ്റാണ്. അവര് ഒരു പേഴ്സണലൈസ് ക്യാമ്പയിൻ നടത്തി. 1971 ഇലക്ഷൻ കണ്ടവര് ഇന്ദിരാഗാന്ധി ഓർക്കുന്നു. ആ ക്യാമ്പയിന് കുറെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് വോട്ട് ചോദിച്ചത്. അതേപോലെ 43 വർഷം കഴിഞ്ഞിട്ട് കുറെ BJP-യും ശിവസേന സ്ഥാനാർത്ഥികളും ഇയാളുടെ പേര്, നരേന്ദ്രമോദിയുടെ പേരിൽ വോട്ട് ജയിക്കുകയും ചെയ്തു. ബോംബെയിൽ ഞാനൊരു ഉദാഹരണം പറയാം. മിലിന്ദ് ദേവ്ര ബോംബെ സൗത്തിൽ നിന്നു. അവിടെ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സീറ്റാണ്. കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷം 2-3 ലക്ഷം ജയിച്ചതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എതിരെ നിർത്തിയ ഒരു ശിവസേന സ്ഥാനാർത്ഥി, BJP-യും ശിവസേനയും അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ BJP സ്ഥാനാർത്ഥി ആയിരുന്നില്ല, ശിവസേന സ്ഥാനാർത്ഥി ആരും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ക്രെഡൻഷ്യലും ഇല്ലാതെ പേരും കൂടി ജനങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരേ സമയത്ത് രാജ് ഠാക്കറേൻ്റെ MNS ശിവസേനയെ തകർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് MLA നിർത്തി അദ്ദേഹത്തിൻ്റെ എതിരെ. അപ്പോൾ ഈ 2 പേരും കൂടി ആ ഹിന്ദുത്വ വോട്ടിനെ ഡിവൈഡ് ചെയ്തെടുക്കും. മിലിന്ദ് എളുപ്പത്തിൽ ജയിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ബോംബെ പോയി പ്രചരണം ചെയ്താണ് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചു മിലിന്ദ് ജയിക്കും. അപ്പം തന്നെ എനിക്ക് കുറച്ച് തോന്നി എലീറ്റ് ക്രൗഡിലും കൂടി ഒരു ചെറിയൊരു ആൻറ്റി കോൺഗ്രസ് വിമർശനമുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം ഇങ്ങനെ തോൽക്കും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതിന് കാരണം എന്താണ്? ഇയാൾ മോഡി അല്ലല്ല, ഈ ശിവസേന മോദി ശിവസേനക്കാരൻ അദ്ദേഹത്തിന് സ്വന്തം പേരിലൊന്നും പറഞ്ഞില്ല, ശിവസേനയുടെ പേരിലൊന്നും പറഞ്ഞില്ല. മോദിക്ക് വോട്ട് തരണമെങ്കിൽ ഈ അടയാളത്തിൽ വോട്ട് തരുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പ്രചരണം നടത്തിയത്. അപ്പോൾ മോദിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംബന്ധിച്ചത്. ബോംബെയിൽ എല്ലാ സീറ്റും ഞങ്ങൾ പോയി. കഴിഞ്ഞ തവണ നമ്മൾ എല്ലാ സീറ്റും ജയിച്ചതായിരുന്നു. ഈ മോഡിയുടെ കാര്യം പറയുമ്പോഴേ, മോഡിയുടെ ഒരു ക്യാമ്പ് എന്താ റോഡ് മാപ്പ് ടു ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ എങ്ങനെ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആയിട്ട് അവതരിപ്പിക്കാം, എങ്ങനെ നാഷണൽ ഫിഗർ ആക്കാം, അതിനൊരു റിസർച്ച് തന്നെ നടത്തി. 7 years they were working 24 hours 24/7 എന്ന് പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റേ ഒബാമയൊക്കെ സപ്പോർട്ട് ചെയ്ത അമേരിക്കയിലെ ഒരു ഏജൻസി കൺസൾട്ടൻസി ആയിട്ട് നിന്നുകൊണ്ട് എങ്ങനെ ഇമേജ് ബൂസ്റ്റപ്പ് ചെയ്ത ഒരാൾ നാഷണൽ ലീഡർ ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. അത്രയും എന്താ പറയുക മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആയിരുന്നു മോഡി. ബട്ട് വാട്ട് അബൌട്ട് കോൺഗ്രസ് പാർട്ടി? ഇപ്പൊ താങ്കളെപ്പോലുള്ള ആൾക്കാർ UN-ൽ ഏറ്റവും തലപ്പത്തിരുന്ന ആൾക്കാരാണ്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് തിങ്ക് ടാങ്ക്സ് കോൺഗ്രസിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മെറ്റിക്കുലസ് പ്ലാനിങ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലും എന്നെ എന്തായാലും ദോഷം പറയാൻ എനിക്ക് ഒരു അവകാശം, ഒരു സ്ഥാനമില്ല. എനിക്ക് പാർട്ടിയിൽ അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല. ഞാൻ അവസാനത്തിൽ ഒരു സ്പോക്സ്മാനായി പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു 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 ഓർഡർ കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനെ നിങ്ങളെപ്പോലെ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ അകത്ത് ചില കാര്യങ്ങൾ നന്നായി ചെയ്തു, പക്ഷേ ടു ലേറ്റ്. ചില കാര്യങ്ങൾ ചെയ്തത് പോരാ. ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് സത്യമാണ്. നോക്കി, ഈ 10 വർഷത്തിൽ UPA-ന്റെ ഭരണം
ഈ ഭാരതത്തിൻ്റെ മുഖത്തിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളൊക്കെ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ആയിരിക്കുകയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എപ്പോഴും ഉണ്ടായ പോലെ അത് UP ആണ് കൊണ്ടുവന്നത്. 2005 കൊണ്ടുവന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കാരണം ഏത് ഭാരതീയനും ഒരു എഴുത്തെഴുതിയിട്ട് സർക്കാർ എന്താ ചെയ്യുന്നത്, ഫയലിൽ എന്താ എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങളുടെ പേരിൽ നമ്മുടെ പൈസ സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു. പക്ഷെ ഒന്നാം UPA സർക്കാരിന് രണ്ടാമതൊരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തു. പക്ഷെ രണ്ടാം UPA സർക്കാർ ആ തരത്തിലേക്ക് ഉയർന്നില്ല എന്നാണ് ആരോപണം ഉണ്ടായത്. അല്ല, അതിലും ഒരു സത്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് രണ്ടാം UPA സർക്കാരിലാണ് ഭക്ഷണ സുരക്ഷ ആക്ട് വന്നത്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനെ നാഷണൽ ഹെൽത്ത് മിഷൻ ആക്കിയത്, ലാൻഡ് ആക്വിസിഷൻ്റെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ച് ആക്ട് പാസ്സാക്കിയത്, ലോക്പാൽ ബിൽ വന്നത്. അപ്പോൾ UPA രണ്ടാമത്തെ ഭരണം മുണ്ടാണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. പക്ഷേ അതെല്ലാം ചെയ്തതിനെക്കുറിച്ച് നമ്മൾക്ക് വേറെ എന്താ, ഈ അഴിമതി കേസ് നമ്മുടെ കഴുത്തിൽ വന്ന് കെട്ടി. അഴിമതി നമ്മളുടെ സാമൂഹ്യത്തിനകത്ത് ഒരു എൻഡമിക് പ്രോബ്ലമാണ്, ശരിക്കും ഒരു അസുഖമാണ്. എല്ലാ ഇന്ത്യക്കാരനും എപ്പോഴെങ്കിലും അഴിമതി എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതന്നെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക്, ഗർഭിണിക്ക് പ്രസവിക്കാൻ കേരളത്തിൽ സംഭവിക്കുന്നതിന് വേറെ സംസ്ഥാനത്തിൽ ഒരു ബെഡ് കിട്ടാൻ കൂടി കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ നിലത്ത് പ്രസവിക്കേണ്ടി വരും. അത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണം സംഭവിക്കുക, നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അതില്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ കണ്ട് മതിയായിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങളിങ്ങനെ സഹിക്കേണ്ടി വരാമെന്നൊരു വിശ്വാസം. അപ്പോൾ മോദി പറയുന്നു ഈ ഗുജറാത്തിൽ അഴിമതി ഇല്ല, അത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സന്ദേശം ഇത് കോൺഗ്രസ്സുകാർ മാത്രം ചെയ്യുന്നൊരു കുഴപ്പം. നിങ്ങൾക്കറിയാം, BJP ഭരിക്കുമ്പോഴും അഴിമതിയുടെ സ്കാൻഡലുണ്ടായിരുന്നു, കാർഗിൽ കോഫിനും അതൊക്കെ ഒന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ തെഹൽക്കാൻ്റെ സ്റ്റിങ്ങും സ്കാമും ഒക്കെ. പക്ഷേ ഞങ്ങളുടെ ഭരണമായ കാരണം ഈ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റും ജനങ്ങളുടെയും മാധ്യമക്കാരുടെയും ഈ കോൺഷ്യസ്നെസ് റേസിങ്ങും വന്നത് എല്ലാം നമ്മളെതിരെ മാറി വന്നു. അതിന് ഞങ്ങൾക്ക് പിടിച്ചു വന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു, കറപ്ഷൻ്റെ ചാർജസ് ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ആക്ഷൻ എടുത്തിരിക്കുന്നത്. പല മന്ത്രിമാരെ അടിസ്ഥാനം ഇല്ലാണ്ടും കൂടി ചിലരെ മാറ്റിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി കൂടി രാജിവെച്ച് പോയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. എന്നിട്ടും കൂടി കോൺഗ്രസ് അഴിമതിക്കാരുടെ പാർട്ടിയാണെന്നൊരു ആരോപണം അത് ഒരു ഭാഗത്ത് തന്നെ ഒട്ടി. അത് മതേപരം. പിന്നെ ചിലത് ഈ ഗ്രാസ് റൂട്ട്സ് കണക്ഷൻ ചില സംസ്ഥാനങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടുപോയി. നോർത്ത് ഇന്ത്യയിലും നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന പോലെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും കണ്ടിട്ടില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത് കുറവാണ്. അതുപോലെ തന്നെ താങ്കളെ സംബന്ധിച്ചിടത്തോളം മോഡി, നിങ്ങൾ തമ്മിൽ പലപ്പോഴും മറ്റേ ട്വിറ്ററിലൂടെയും മറ്റു പല രീതിയിലും ഒരു ഫൈറ്റിംഗ് മൂഡിലാണ് പലപ്പോഴും കാണുന്നത്. താങ്കൾക്കെതിരെ മോഡി പറഞ്ഞിട്ടുണ്ട്, മോഡിക്കെതിരെ താങ്കളും പറഞ്ഞിട്ടുണ്ട്. ഹീസ് എ പ്രൈം മിനിസ്റ്റർ. താങ്കളാണെങ്കിൽ കോൺഗ്രസിന് കുറച്ച് അംഗസംഖ്യയേ ഉള്ളൂ. വളരെ പ്രമുഖ നേതാക്കൾ പലരും തോറ്റുപോയി. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് താങ്കളുടെ ഒരു പ്രസൻസ് ആസ് ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ അവർ അധികം പാർലമെന്റിൽ സംസാരിക്കാറില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന, പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രൈമായിട്ടൊരാൾ താങ്കളായിരിക്കും, ഈവൻ ഇൻ ദ മീഡിയ എല്ലാം. അപ്പോൾ ഹൗ ഡു യു സി ഈ ഒരു ഇതിനെ മോഡിയായിട്ടൊരു കൺഫ്രണ്ടേഷന് ഒരുപാട് സാധ്യതയുണ്ട് പാർലമെന്റിലും പുറത്ത്? എനിക്കവിടെ കുറേ സീനിയർ നേതാക്കളുണ്ട് സംസാരിക്കാൻ. കമൽനാഥുണ്ട്, വീരപ്പ മൊയ്ലിയുണ്ട്, ഇവരൊക്കെ, മല്ലികാർജുൻ ഖർഗെയുണ്ട്. എനിക്കും സംസാരിക്കാൻ ആവശ്യം വരുന്ന ഒരു സംശയമില്ല. ഞാൻ 2 മന്ത്രിസ്ഥാനത്തെ ഇടയിലൊരു ബാക്ക് ബെഞ്ച് MP ആയിരിക്കുമ്പോൾ എല്ലാ പ്രധാന ഡിബേറ്റിലും തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ആ പ്രതീക്ഷയോടെ തന്നെ ഞാനും പാർലമെൻറ്റിൽ കയറുന്നത്. പക്ഷേ ഒരു അതിശയം ഞാൻ തന്നെ സമ്മതിക്കട്ടെ മോദിയെക്കുറിച്ച്. ഞാനൊരു റുട്ടീൻ ട്വീറ്റിൽ അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ പറഞ്ഞപ്പോൾ 2 മണിക്കൂറിൻ്റെ അകത്ത് അദ്ദേഹം ഉത്തരം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? കൺഗ്രാജുലേഷൻസ് യു ശശി തരൂർ ഓൺ യുവർ വിക്ടറി. ലെറ്റ് us വർക്ക് ടുഗെദർ ടു മൂവ് ഇന്ത്യ ഫോർവേഡ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകണം. അത് എനിക്കൊരു അതിശയപ്പെട്ടു. അതിനെ ഓഫ്കോഴ്സ് 2,000-3,000 ആൾക്കാരെ റീട്വീറ്റ് ചെയ്ത് വലിയൊരു വാർത്തയായി ട്വിറ്ററിൽ നമ്മളുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വന്നെങ്കിലും കൂടി ഇത് ഇലക്ഷൻ ദിവസം 16-ാം തീയതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയൊരു സിഗ്നൽ അയക്കുന്നത് എന്താണ് എനിക്ക് തോന്നുന്നത്? മോദി പറയുന്നു നമ്മളുടെ പണ്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച്, ഞാനിപ്പോൾ അദ്ദേഹം ഒരേ ദിവസം പറഞ്ഞുവല്ലോ, ഞാൻ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവരുടെ പ്രധാനമന്ത്രി മാത്രമല്ല എല്ലാ ഭാരതീയരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ പറഞ്ഞു, ആ രാത്രി ടെലിവിഷനിൽ പറഞ്ഞു, അദ്ദേഹം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് സഹകരിക്കാണ്ടിരിക്കാൻ എന്താ കാരണം? എന്താ എല്ലാ കോൺഗ്രസ് MPക്കും വികസനം വേണ്ടി സ്വന്തം മണ്ഡലത്തിൽ. അപ്പോൾ വികസനത്തിന് വേണ്ടി സഹകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. പക്ഷെ അഥവാ ഒരു ഡിവൈസീവ്, ഒരു ഇന്ത്യ ഭിന്നിക്കുന്നൊരു അജണ്ട, ഹിന്ദുത്വ അതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മുടെ രാജ്യത്തിനെ ഭരിക്കുമ്പോൾ ഒരു ഈ മതേതരത്തിന് എതിരായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ നമ്മൾ ശക്തമായിട്ട് വിരുദ്ധം ചെയ്യും. അതാണ് പിന്നെ എൻ്റെ പൊസിഷൻ. അപ്പോൾ എനിക്ക്
മോദി എന്ത് പറഞ്ഞാലും തെറ്റാണെന്ന് വിശ്വാസമില്ല. ഞങ്ങൾ BJP കാണിച്ചു തന്ന ഓപ്പോസിഷൻ പെരുമാറ്റം എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് കാട്ടരുത്. ഇത് നിങ്ങൾക്ക് വിക്കിലീക്സ് കണ്ട് അവർക്ക് നാണക്കേട് തോന്നിയിട്ടുണ്ടാകും. ഇൻഡോ US ന്യൂക്ലിയർ ഡീലിനെ അവരെന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകും.